മലയാള സിനിമ കണ്ട ബിഗ്ഗസ്റ്റ് മൂവി എമ്പുരാൻ ഇറങ്ങിയിട്ട് ഒരു വർഷമായിരിക്കുകയാണ്. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിലെത്തിയ മാഗ്നം ഒപ്പസ്. മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ്, ഏറ്റവും വലിയ ഹൈപ്പ്, ഏറ്റവും വലിയ ക്രേസ്. 2019 ഇറങ്ങിയ ലൂസിഫർ എന്നെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് മാസ് മൂവീസ് ഇൻ മലയാളമാണ്. ഓൾമോസ്റ്റ് 3 മണിക്കൂർ പടത്തിൽ വെറും 45 മിനിറ്റ് എന്തേ ഉള്ളൂ ലാലേട്ടന്റെ സ്ക്രീൻ ടൈം അതിനകത്ത്. അത് മതിയായിരുന്നു തിയേറ്ററിൽ ഒരു മാസ് യൂഫോറിയ തീർക്കാനായിട്ട്. 2025 എമ്പുരാൻ ഇറങ്ങുമ്പോൾ ആ ഒരേ ഒരു രാജാവിനെ കാണാനാണ് അത്രയധികം എക്സ്പെക്ടേഷൻ ആയിരുന്നു. യു നോ വാട്ട്, എമ്പുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇപ്പോഴും ഹൈപ്പോടെ വരുന്ന പടങ്ങളുടെ ഫൈനൽ കളക്ഷന്റെ അത്രയാണ് 68 crores സംതിങ്. ആൻഡ് ജസ്റ്റ് ഫോർ കമ്പാരിസൺ ദ സെക്കൻഡ് ഇസ് മരക്കാർ 20 കോടി എന്തോ. എമ്പുരാന്റെ വീക്കെൻഡ് കളക്ഷൻ 175 crores സംതിങ് ആണ്. അന്നത്തെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്ന 2018 ഫൈനൽ കളക്ഷന്റെ അടുത്ത്. സോ യു ക്യാൻ ഇമാജിൻ വാട്ട് എ ഫിനോമിനൻ എമ്പുരാൻ വാസ്. എന്നാൽ പടം ഓപ്പൺ ചെയ്തത് മിക്സഡ് റിവ്യൂസിലേക്കാണ്. എന്നിട്ടും അതിന്റെ ഫൈനൽ കളക്ഷൻ എന്തോ 265 crores സംതിങ് എത്തി. അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്യൂ, പോസിറ്റീവ് റിവ്യൂസിലേക്കാണ് പടം ഇറങ്ങിയിരുന്നെങ്കിൽ എന്തൊക്കെ ബാരിയേഴ്സ് ആയിരുന്നിരിക്കും മലയാള സിനിമയ്ക്ക് വേണ്ടി ഈ പടം ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക.